ഷെയർ എന്ന പരമ്പരയുടെ ഉള്ളറകളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് എപ്പിസോഡ് 12-ലെ ആ നിർണായക സംഭവങ്ങളെക്കുറിച്ചും പിന്നെ എപ്പിസോഡ് 13 തരുന്ന ചില സൂചനകളെക്കുറിച്ചുമാണ്. അതെ, ഷെറിന് ആ അപകടം പറ്റിയതിനു ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? അവന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ, ആശുപത്രിയിലെ കാര്യങ്ങൾ, വീട്ടിലെ സംഭവങ്ങൾ, പിന്നെ വരാനിരിക്കുന്ന പ്രശ്നങ്ങളുടെ സൂചനകൾ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ശരി, അപ്പൊ നമുക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അവിടെ ഷെറിനെക്കുറിച്ച് ചില സംഭാഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള സംഭാഷണങ്ങൾ. ഉണ്ട്. ജിന്ദാ റഖ്നാ ഹെ ലേക്കിൻ ആധാ, ജീവനോടെ വേണം പക്ഷേ പകുതി ജീവനോടെ മതി എന്നൊക്കെ. കബി നോർമൽ നാ ഹോ സക്കെ, ഒരിക്കലും സാധാരണ നിലയിലാകരുത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് തോന്നിപ്പോകും. തീർച്ചയായും അങ്ങനെ സംശയിക്കാൻ ഇടയുണ്ട്. കാരണം അവനെ ഒരു കോമാ സ്റ്റേജിലേക്ക് മാറ്റാൻ മരുന്ന് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതെ, വലിയ ഡോസിൽ മരുന്ന് കൊടുക്കുന്നതും അവൻ രക്ഷപ്പെടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും ഇതെല്ലാം കാണിക്കുന്നത് അവനെ പൂർണ്ണമായി നിയന്ത്രിക്കാനോ ഒരുപക്ഷെ എന്താ പറയുക, അവന്റെ ഓർമ്മകൾ ഇല്ലാതാക്കാനോ ഉള്ള ശ്രമമായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ ഇതിനിടയിലും അവന്റെ അമ്മയുടെ പ്രാർത്ഥനയുണ്ട്, ടൈമിനയുടെ പ്രതീക്ഷയുണ്ട്, അല്ലേ? ഉണ്ട്. ആ ഒരു വൈകാരിക വശം അവിടെ കാണിക്കുന്നുണ്ട്, അവരുടെ പ്രതീക്ഷകൾ. എന്നാൽ ഷെറിൻ ബോധം തെളിയുമ്പോൾ അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവാണ്. അവനൊരു കാര്യം ഓർത്തെടുക്കുന്നു. അച്ഛന്റെ മരണം അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല, കൊലപാതകമായിരുന്നുവെന്ന്. അതെ, ആ തിരിച്ചറിവ്, ആക്സിഡന്റ് നേ താ, ഖത്ൽ താ, വോ ഗാഡി ജാൻ ബൂജ് കെ സാമനെ ആയി തീ, അത് പറയുമ്പോൾ അവന്റെ മുഖത്തെ ഭാവം അതോടെ പ്രതികാരത്തിനുള്ള ആ ഒരു ചിന്ത വരുന്നു. ഛോഡുങ്ക നഹി മേ, മേരെ ബാപ് കോ മാരാ ഹെ. പക്ഷെ ഈ ഓർമ്മ ഇതവന് തന്നെ ഒരു ആപത്തായി മാറുമോ? അതാണ് പ്രശ്നം. ആ ഓർമ്മയാണ് ചിലർക്ക് പേടി. ഡോക്ടർമാരൊക്കെ അവന്റെ അതിജീവനത്തെ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ അണിയറയിൽ ആരോ അവനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട്. അവന്റെ ഓർമ്മകൾ മായ്ക്കാൻ, ഒരു ബ്രെയിൻ ഡെഡ് അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നാം. ശരിക്കും അതിനായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നും പറയുന്നു. അതെ, അവന്റെ ആ ശക്തി, ആ തിരിച്ചുവരവ്, അത് ചിലർക്ക് ഭീഷണിയാണ്. പിന്നീട് കാണുന്നത് കടുത്ത തലവേദനയും ഓർമ്മക്കുറവും അനുഭവിക്കുന്ന ഷെറിനെയാണ്. അതും പോരാഞ്ഞിട്ട് അവൻ ഹൃദയെ കഴുത്തിഞ്ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് മറ്റുള്ളവർ പറയുന്നു. ഇത് കേട്ട് അവൻ ഞെട്ടുകയാണ്. അവനൊന്നും ഓർക്കുന്നില്ല, സ്വന്തം പ്രവർത്തികൾ പോലും ഓർക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതെ, അവിടെയാണ് ഡോക്ടറുടെ വിശദീകരണം വരുന്നത്. തലച്ചോറിനകത്ത ക്ഷതം, തലയോട്ടിയിലെ പൊട്ടൽ, രക്തം കട്ടപിടിച്ചത്, ഇതൊക്കെയാണ് ഈ അക്രമാസക്തമായ പെരുമാറ്റത്തിന് കാരണമെന്ന് പറയുന്നു. സൈക്യാട്രിസ്റ്റ് സെഷനുകൾ വേണമെന്നും പറയുന്നുണ്ട്. ചെയ്യുന്നുണ്ടോ എന്ന് സംശയം വരാം, അല്ലേ? അതെ, പ്രത്യേകിച്ച് അവനെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു കളി അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നും. പിന്നീട് ആശുപത്രിയിലെ ആ ഒരു അന്തരീക്ഷം അവന് ശ്വാസം മുട്ടുന്നു. അവൻ വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിക്കാണ്. ഡോക്ടർ റെങ്കുൺവാലയുടെ നിർദ്ദേശപ്രകാരം അവന് വീട്ടിലേക്ക് മാറ്റുന്നു. പക്ഷേ ഒരുപാട് മരുന്നുകളുണ്ട് കൂടെ, ഒരു സഹായിയുമുണ്ട്. പക്ഷെ വീട്ടിലെത്തിയിട്ടും ഒരു രക്ഷയുമില്ല, പ്രശ്നങ്ങൾ കൂടുകയാണ്. ഒട്ടും കുറയുന്നില്ല. കാലിന് മരവിപ്പ്. ഒരു ദിവസം 15ഓളം ഗുളികകൾ കഴിക്കണമെന്ന് പറയുമ്പോൾ ഓർക്കണം, 15 ടാബ്ലറ്റ്സ്. കടുത്ത ക്ഷീണം, അതായത് വീടും അവനൊരാശ്വാസമല്ല. അതെ, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിന്നീട് നടക്കുന്നത്. ഷർ ഫാഹദിനെയാണോ അവനെ ഭയങ്കരമായി മർദ്ദിക്കുന്നു. അതെ, ഫാഹദിനെ വളരെ ക്രൂരമായിട്ടാണ് അടിക്കുന്നത്. ആ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥ. അതോടെയാണ് അവനെ ഭ്രാന്താശുപത്രിയിലാക്കണം, പാഗൽഖാന ഭേജ് ദേ എന്ന സംസാരം വരുന്നത്. അതെ, ആ സമയത്താണ് ഡോക്ടർ ഒരു നിർദ്ദേശം വെക്കുന്നത്, തന്റെ സ്ഥാപനത്തിലേക്ക് മാറ്റാം, അവിടെ ഇതുപോലെയുള്ളവരെ നോക്കാൻ ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിനെ ചികിത്സയുടെ ഭാഗമായി കാണാമെങ്കിലും കാണാം, പക്ഷേ അവനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താനും നിയന്ത്രിക്കാനുമുള്ള ഒരു വഴിയായിട്ട് ഇതിനെ കാണാൻ പറ്റുമല്ലേ? ശരിയാണ്. ഇനി എപ്പിസോഡ് 13ന്റെ പ്രൊമോയിലേക്ക് വന്നാൽ അവിടെ കാണുന്നത് മുഴുവൻ വെറുപ്പും പ്രതികാരവും അധികാര വടംവലിയുമാണ്. തീർച്ചയായും. ഷേർ ബനെ ഫിർ റഹേ ഹോ, അതുപോലെ ജാക്കെ ബുലാലാവോ നാസ്കോ ജിസ്കോ തായാജീനെ ഷേർ ബനായ ഥാ, ഇതൊക്കെ വലിയ സംഘർഷങ്ങൾ വരാനിരിക്കുന്നതിന്റെ സൂചനയാണ്. ആ താരതമ്യം ശ്രദ്ധിച്ചോ? കോക്രോച്ച് ഷേർ സെ ബി ജ്യാദാ ഖതർനാക് ഹോത്താ ഹെ. ഒരു പാറ്റ സിംഹത്തേക്കാൾ അപകടകാരിയാകാം എന്ന്. അതാരാണ്? ഷെറിനെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ മറ്റാരെയെങ്കിലുമോ? അതൊരു ഭീഷണിയായിട്ടും തോന്നാം. അതോടൊപ്പം ആ എഹസാൻ ജറൂർ ഉത്താർ ദുങ്ക, കടം വീട്ടുമെന്നുള്ള ഡയലോഗ്, അതും പ്രതികാരത്തിന്റെ സൂചന തന്നെയാണ്. അപ്പോ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഷെർ ഒരു വശത്ത് ഈ ആഘാതത്തിന്റെ ഭീകരമായ ശാരീരിക മാനസിക പ്രശ്നങ്ങളുമായി മല്ലിടുന്നു. ഓർമ്മക്കുറവ്, നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം. അതെ, മറുവശത്ത് അവനെ തളർത്താനും നിയന്ത്രിക്കാനും പുറത്തുള്ള ചില ശക്തികൾ ശ്രമിക്കുന്നു. അവന്റെ അക്രമാസക്തമായ പെരുമാറ്റത്തിന് ഒരുപക്ഷേ ആ മരുന്നുകൾക്കും പങ്കുണ്ടാകാം. വീട്ടിലേക്ക് മാറിയിട്ടും രക്ഷയില്ല. അവസാനം ഭ്രാന്താശുപത്രിയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വരെ എത്തി കാര്യങ്ങൾ. വരും എപ്പിസോഡുകളിൽ അവന്റെ ഈ വ്യക്തിപരമായ പോരാട്ടത്തിനൊപ്പം കുടുംബത്തിനകത്തും പുറത്തുമുള്ള അധികാര തർക്കങ്ങളും ഗൂഢാലോചനകളും ശക്തമാകുമെന്ന് ഉറപ്പാണ്. അതെ, ഇങ്ങനെയൊരു ആഘാതമുണ്ടായാൽ ഇത്രയധികം മാറാൻ പറ്റുമോ? ഷെറിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ഇത് മാറ്റുന്നുണ്ടോ? തീർച്ചയായും. ഇത് നമ്മളെ പലതും ചിന്തിപ്പിക്കും. ഒരാൾ ഇത്രയും ദുർബലമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അയാളുടെ ചികിത്സ, നിയന്ത്രണം, അതിലൊക്കെയുള്ള ശരി തെറ്റുകൾ എന്തൊക്കെയാണ്? വൈദ്യോപദേശങ്ങൾ പലവിധം വരുന്നു. കുടുംബത്തിനകത്ത് തന്നെ പല താൽപ്പര്യങ്ങൾ കാണുന്നു, സമ്മർദ്ദങ്ങൾ. ഇതൊക്കെ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അപ്പോ അവസാനം ഒരു ചോദ്യം. ഷെറിനെ ഇങ്ങനെ വൈദ്യശാസ്ത്രപരമായി നിയന്ത്രിക്കുന്നതും അതേസമയം പ്രൊമോയിൽ കാണുന്ന പ്രതികാര സംഭാഷണങ്ങളും, ഇവ രണ്ടും കൂട്ടി വായിക്കുമ്പോൾ
അവൻ സ്വന്തം മനസ്സിനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവനറിയാതെ ചുറ്റും നടക്കുന്ന യഥാർത്ഥ പോരാട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? ആരുടെയൊക്കെ കളികളാണിവിടെ നടക്കുന്നത്? അതൊരു പ്രധാന ചോദ്യമാണ്. ഈ വിശകലനം കേട്ടതിന് നന്ദി. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തുടർന്നും ചിന്തിക്കുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച കാണാം. ഓർക്കുക, ചില യുദ്ധങ്ങൾ പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്.